നമോ നാരായണായ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുവാൻ പോകുന്നത് ആരണ്യകാണ്ഡം എന്ന ഭാഗത്തിലെ ഓരോ വരിയുടെയും അർത്ഥമാണ്. എല്ലാവരും കേട്ടാലും. തത്തകളുടെ കുലത്തിൽ കിരീടം പോലെ ശോഭിക്കുന്ന അല്ലയോ കൊച്ചു തത്തമ്മേ, നല്ല ഗുണങ്ങളുള്ളവളും മനോഹരമായ സ്വഭാവത്തോടു കൂടിയവളുമായ നീ ഒട്ടും മടിക്കാതെ പറഞ്ഞു തന്നാലും കറുത്ത കാർമേഘത്തിൻ്റെ നിറമുള്ളവനും അഴുക്കുകളില്ലാത്ത നിർമ്മലനും യാതൊരുവിധ കളങ്കങ്ങളുമില്ലാത്തവനുമായ നീലത്താമര ഇതളുകൾ പോലെ കണ്ണുകളുള്ളവനും നാരായണ സ്വരൂപനുമായ ശിവഭഗവാനാൽ സേവിക്കപ്പെടുന്നവനും കളങ്കമില്ലാത്തവനും ശാശ്വതനും, അതായത് നിത്യനും പരബ്രഹ്മസ്വരൂപനുമായ കാലത്തിനും ദേശത്തിനും അനുയോജ്യമായി രൂപമെടുക്കുന്നവനും കാരുണ്യത്തിൻ്റെ ഉറവിടവുമായ ലോകത്തെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധയുള്ളവനായ ആ പരമാത്മാവിൻ്റെ ലീലകളും കഥകളും എത്ര കേട്ടാലും ഒരിക്കലും കൊതി തീരുകയോ മതിയാവുകയോ ഇല്ല. അതിൽ തന്നെ ശ്രീരാമൻ്റെ കഥകൾ കേൾക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതാണ്. അത് മോക്ഷം തേടാനുള്ള പ്രധാന ഉപാധിയും മനസ്സിന് സന്തോഷം നൽകുന്ന ദിവ്യമായ ഔഷധവുമാണ്. നിന്റെ വാക്കുകളിലൂടെ വരുന്നത് പരമാമൃതത്തിന് തുല്യമായ ഗുണമുള്ളതാണല്ലോ. താമസമില്ലാതെ പറയൂ എന്ന് കേട്ടപ്പോൾ തത്തമ്മ ഇപ്രകാരം പറഞ്ഞു തുടങ്ങി. നെറ്റിയിൽ കണ്ണുള്ളവനും പരമേശ്വരനും എല്ലാ ജീവികളുടെയും നാഥനായ ശിവഭഗവാൻ, ശിരസിൽ ചന്ദ്രക്കല ധരിച്ചവനും പരമശ്രേഷ്ഠനുമായ ഭഗവാൻ ഹിമവാന്റെ മകളായ പാർവതീ ദേവിയോട് ഇപ്രകാരം അരുളി ചെയ്തു. ഭക്തർക്ക് പ്രിയപ്പെട്ടവളായ അല്ലയോ പാർവതി, ശ്രദ്ധിച്ചു കേട്ടാലും രാമൻ എന്നാൽ ആനന്ദ സ്വരൂപനായ പരമാത്മാവാണ്. ഭയമില്ലാത്തവനും ഏകനും നാശമില്ലാത്തവനും അതിമനോഹരനുമാണ്. അദ്ദേഹം അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ അത്രി മുനിയോടൊപ്പം ഒരു ദിവസം വളരെ സന്തോഷത്തോടെ വസിച്ചു. അതിരാവിലെ എഴുന്നേറ്റ് തനിക്കുള്ള നിത്യകർമ്മങ്ങളും പ്രാർത്ഥനകളും പൂർത്തിയാക്കി അത്രി മഹർഷിയെ വന്ദിച്ച ശേഷം ശ്രീരാമൻ തപസ്വികളുടെ മഹാവനയാത്ര ആരംഭിച്ചു. ഋഷിമാർ ശ്രീരാമനോട് അപേക്ഷിക്കുന്നു, താമരക്കണ്ണ, മുനിമാരുടെ ആശ്രമങ്ങൾ നിറഞ്ഞ ദണ്ഡകാരണ്യത്തിലേക്ക് യാതൊരു ബുദ്ധിമുട്ടുകളോ വിഘ്നങ്ങളോ ഇല്ലാതെ കടന്നു പോകാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അറിവുള്ളവരിൽ ശ്രേഷ്ഠനായവനെ, ദയാനിധേ, തപസ്സിന്റെ നിധിയായവനെ, ഞങ്ങൾക്ക് വഴികാട്ടാനായി അവിടുത്തെ ശിഷ്യന്മാരിൽ ചിലരെ ഇപ്പോൾ ഞങ്ങളോടൊപ്പം അയച്ചു തരയണമേ. ശ്രീരാമന്റെ ഈ വാക്കുകൾ കേട്ട അത്രി മഹർഷി വളരെ സന്തോഷത്തോടെയും കൗതുകത്തോടെയും കൂടി അപ്പോൾ അരുളി ചെയ്തു. നേരായ വഴിയിൽ സഞ്ചരിക്കുന്നവർക്കെല്ലാം അങ്ങു തന്നെ നേർവഴി കാണിച്ചു കൊടുക്കുന്നയാളാണ്. അങ്ങേക്ക് വഴി കാണിച്ചു തരാൻ മറ്റാരാണുള്ളത്? എങ്കിലും ലോക സ്വഭാവത്തെ അനുകരിച്ച് ജീവിക്കുന്ന അങ്ങേക്ക് ബുദ്ധിമുട്ടൊന്നും വേണ്ട. എൻ്റെ ശിഷ്യന്മാരെല്ലാം അങ്ങേക്ക് വഴി കാണിച്ചു തരും. നിങ്ങൾ മുൻപിൽ നടന്നു പോകൂ എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ് മഹർഷി താനും അവരുടെ പിന്നാലെ കുറച്ചു ദൂരം നടന്നു. ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ തിരിഞ്ഞു നിന്ന് ഭക്തിപൂർവ്വം വന്ദിച്ചുകൊണ്ട് മാമുനിയോട് ഇപ്രകാരം പറഞ്ഞു. അവിടുന്ന് ദയവായി തിരികെ ആശ്രമത്തിലേക്ക് എഴുന്നള്ളിയാലും ഇനി മുൻപോട്ടുള്ള വഴിയിൽ നിങ്ങളെ സഹായിക്കാൻ അവിടുത്തെ ശിഷ്യന്മാർ കൂടെയുണ്ടല്ലോ. ഇത് കേട്ട മഹർഷി ശ്രീരാമനെ അനുഗ്രഹിച്ച ശേഷം പതിയെ തിരികെ നടന്ന് തൻ്റെ പർണശാലയിൽ, അതായത് ആശ്രമത്തിൽ പ്രവേശിച്ചിരുന്നു. അതിനുശേഷം അവർ ഒരു കൂവി വിളിച്ചാൽ കേൾക്കുന്നത്ര ദൂരം മുന്നോട്ട് നടന്നപ്പോൾ മുൻപിലായി വലിയൊരു നദി, അതായത് മഹാവാഹിനി നദി കാണപ്പെട്ടു. ആ സമയം ശ്രീരാമൻ ശിഷ്യരോട് ചോദിച്ചു, ഈ നദി അക്കരെ എത്താൻ എന്താണ് ഉപായമുള്ളത്? അത് കേട്ട ശിഷ്യന്മാർ പറഞ്ഞു, ഹേ രാജാവേ, അതിനെന്താണ് ബുദ്ധിമുട്ട്? ഇവിടെ നല്ലൊരു തോണിയുണ്ടെന്ന് അറിഞ്ഞാലും ഞങ്ങൾ വേഗത്തിൽ അങ്ങേ അക്കരെ എത്തിക്കാം.
വേവലാതിപ്പെടേണ്ട, ഞങ്ങൾക്കിവിടെ നല്ല പരിചയമുണ്ട്. എന്നാൽ പിന്നെ തോണിയിൽ കയറാമെന്ന് പറഞ്ഞ് യാതൊരു ഭയവും സംശയവുമില്ലാതെ അവർ പെട്ടെന്ന് തന്നെ തോണി അക്കരെ എത്തിച്ചു. ശ്രീരാമൻ പ്രസന്നനായി ആ മുനികുമാരനോട് നിങ്ങൾ തിരികെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ആ മുനികുമാരന്മാർ തിരികെ ചെന്ന് അത്രി മഹർഷിയുടെ പാദങ്ങളിൽ വന്നിച്ച് രാമന്റെ വിശേഷങ്ങളെല്ലാം ഒന്നുപോലും വിടാതെ അറിയിച്ചു. അതിനുശേഷം ശ്രീരാമനും സീതയും സുമിത്രാപുത്രനായ ലക്ഷ്മണനും ഭീകരന്മാരായ ആ വലിയ കാട്ടിലേക്ക് പ്രവേശിച്ചു. കറുത്ത് ഇരുണ്ടതും കൊടുങ്കാറ്റിന്റെ ശബ്ദം നിറഞ്ഞതും സിംഹം, പുലി, മുള്ളൻ പന്നി തുടങ്ങിയ മൃഗക്കൂട്ടങ്ങൾ നിറഞ്ഞതും സൂര്യപ്രകാശം പോലും വീഴാത്തതുമായ ഭീകരന്മാരായ രാക്ഷസന്മാർ അധിവസിക്കുന്നതും വളരെ ഭയം ജനിപ്പിക്കുന്നതുമായ വിഷപ്പാമ്പുകൾ നിറഞ്ഞ ആ കാട് കണ്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, നാലുപാടും നന്നായി ശ്രദ്ധിച്ചുകൊള്ളുക. രാക്ഷസക്കൂട്ടങ്ങൾ ഇര തേടി നടക്കുന്നവരാണല്ലോ. വില്ല് നന്നായി ആഞ്ഞു കുലച്ചു തന്നെ പിടിക്കണം. കയ്യിൽ നല്ലൊരു അമ്പ് ഊരി പിടിച്ച് എപ്പോഴും തയ്യാറായിരിക്കുക വേണം. രാമൻ ലക്ഷ്മണനോട് പറയുന്നു, ഏറ്റവും മുന്നിൽ നീ നടക്കണം. നിന്റെ പിന്നാലെ വൈദേഹിയായ സീതയും അവൾക്ക് പിന്നാലെ യാതൊരു ഭയവുമില്ലാതെ ഞാനും നടന്നുകൊള്ളാം. ജീവാത്മാവിനും പരമാത്മാവിനും ഇടയിൽ മധ്യസ്ഥയായി നിൽക്കുന്ന മഹാമായ ശക്തിയെ പോലെ നമ്മൾ രണ്ടുപേരുടെയും രാമലക്ഷ്മണന്മാരുടെ നടുവിലായി വേണം സീതാദേവി നടക്കാൻ. എന്നാൽ പിന്നെ യാതൊരു ഭയവും ഉണ്ടാവുകയില്ല. ഇപ്രകാരം അരുളി ചെയ്ത് വില്ലേന്തിയ പുരുഷോത്തമനായ ശ്രീരാമൻ അതിൻ പ്രകാരം മുന്നോട്ട് നടന്ന ശേഷം 1 യോജന, അതായത് ഏകദേശം 8-9 മൈൽ ദൂരം പിന്നിട്ടപ്പോൾ അവർക്ക് മുന്നിലായി മനോഹരമായൊരു കുളം, അതായത് പുഷ്കരിണി എന്ന കുളം കണ്ടു. വെളുത്ത ആമ്പൽ, നീലാമ്പൽ, കുമുദം, താമര, ചെങ്ങഴനീർ പൂവ് തുടങ്ങി വിരിഞ്ഞു നിൽക്കുന്ന വിവിധ തരം പൂക്കളാലും തെളിഞ്ഞ വെള്ളത്താലും ശോഭിക്കുന്ന കുളമായിരുന്നു അത്. ആ വെള്ളം കുടിച്ച് തളർച്ച മാറ്റിയ ശേഷം അവർ മരത്തണലിലെ തറയിൽ വളരെ സുഖമായി വിശ്രമിച്ചിരുന്നു. ആ സമയത്ത് ഭയങ്കരമായ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വളരെ ഉയരമുള്ള ഒരു ഭീകരജീവി അങ്ങോട്ട് വരുന്നത് കണ്ട് പിഴുതെടുത്ത മരവും കയ്യിലേന്തി ഭയാനകവും തിളക്കുന്നതുമായ കൂർത്ത പല്ലുകൾ നിറഞ്ഞ ഗുഹ പോലുള്ള വായും വിരൂപമായ ശരീരവും ചുവന്ന കണ്ണുകളുമുള്ള ഇടത്തെ തോളിൽ വെച്ചിരിക്കുന്ന ശൂലത്തിന്റെ അഗ്രങ്ങളിൽ കോർത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഭീകരന്മാരായ കടുവ, സിംഹം, കാട്ടുപോത്ത്, കാട്ടുപന്നി തുടങ്ങിയവയെ, ആനകൾ, കാട്ടുമൃഗങ്ങൾ, കാട്ടിൽ ജീവിക്കുന്ന മറ്റു ജീവികൾ, മനുഷ്യർ എന്നിവരെല്ലാം അവന്റെ ശൂലത്തിൽ കിടന്ന് വേദന കൊണ്ട് തുള്ളി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ പച്ചമാംസങ്ങളെല്ലാം ഓരോന്നായി തിന്നുകൊണ്ട് അവൻ ഉറക്കി അലറിക്കൊണ്ട് ആ സമയത്ത് അങ്ങോട്ട് വന്നു. ഇത് കണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് വില്ലും അമ്പുകളും കയ്യിലെടുത്ത് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, കണ്ടോ, നീ ഭയങ്കരനായൊരു രാക്ഷസൻ വളരെ വേഗത്തിൽ നമുക്ക് നേർക്ക് വരുന്നുണ്ട്. കുമാര, നീ മനസ്സ് ഉറപ്പിച്ച് സർവസന്നാഹങ്ങളോടും കൂടി അമ്പു തൊടുത്ത് ജാഗരൂകനായി നിന്നുകൊള്ളുക. രാമൻ സീതയോട് പറയുന്നു, പ്രിയപ്പെട്ടവളായ അല്ലയോ സീതേ, നീ ഒട്ടും പേടിക്കേണ്ട കേട്ടോ. ഏതു വിധത്തിലുള്ള അപകടത്തിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിച്ചുകൊള്ളാം എന്ന് അരുളി ചെയ്ത് ശ്രീരാമൻ ഒട്ടും കുലുങ്ങാതെ വളരെ ധീരനായി ഉറച്ചു നിന്നു. ആ രാക്ഷസ ശ്രേഷ്ഠൻ, അതായത് വിരാതൻ, വേഗത്തിൽ അടുത്തെത്തി അവൻ ഭീകരവും കഠിനവുമായ രീതിയിൽ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഇടിവെട്ടുന്ന ശബ്ദം പോലെ അവൻ ഉറക്കെ അട്ടഹസിച്ചു. അവന്റെ കണ്ണുകളിൽ നിന്നും തീക്കനലുകൾ വീഴുന്ന രീതിയിൽ ലോകമാകെ നടുങ്ങിപ്പോകുന്ന വിധത്തിൽ അത്യധികം കോപത്തോടെ അവൻ ചോദിച്ചു, അയ്യോ,
എന്നെ കണ്ടിട്ട് ഭയന്നു വിറയ്ക്കാത്ത നിങ്ങൾ രണ്ടുപേരും ആരുടെ ആളുകളാണ്? ദുഷ്ടമൃഗങ്ങളും ഭീകരജീവികളും നിറഞ്ഞ ഈ വലിയ കാട്ടിൽ ഇപ്പോൾ ഒരു ഭയവുമില്ലാതെ ശരവും അമ്പും വില്ലുമേന്തി നിങ്ങൾ നിൽക്കുന്നു. മരവുരി വസ്ത്രങ്ങൾ ധരിച്ച മുനിമാരുടെ വേഷത്തിലാണ് നിൽക്കുന്നത്. കൂടെ സുന്ദരിയായ ഒരു സ്ത്രീയും കൂടി. വലിയ മനസ്സുറപ്പുള്ള ചെറുപ്പക്കാരാണല്ലോ നിങ്ങൾ. എന്തൊരു വിഡ്ഢിത്തമാണിത്! അയ്യോ, ഈ ഭീകരമായ കാട്ടിലൂടെ നിങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്തിനാണെന്ന് പറയൂ. രാക്ഷസന്റെ ഈ വാക്കുകൾ കേട്ട് ഭയങ്കരരായ രാക്ഷസന്മാർക്ക് നാഥനായി നിൽക്കുന്ന ശ്രീരാമൻ ചെറുപുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. എൻ്റെ പേര് രാമൻ എന്നാണ്. എൻ്റെ ഭാര്യയാണ് ഇവൾ. മനോഹരമായ കണ്ണുകളുള്ള ഇവളുടെ പേര് സീതാദേവി എന്നാണ്. ഇവൻ എൻ്റെ അനിയനാണ്. പേര് ലക്ഷ്മണൻ. പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് ഞങ്ങൾ ഈ വനത്തിലേക്ക് വന്നത്. നിങ്ങളെ പോലെയുള്ള ദുഷ്ടരായ രാക്ഷസന്മാരെ ശിക്ഷിച്ച് ഈ ലോകത്തെ രക്ഷിക്കാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. നീ അടുത്തു വാ. ശ്രീരാമന്റെ വാക്കുകൾ കേട്ട രാക്ഷസൻ ഉറക്കി അട്ടഹസിച്ചു. വായ വിടർത്തി പിടിച്ച് ഭീമാകാരമായ ഒരു മരം വേരോടെ പിഴുതെടുത്ത് നിലത്തൂന്നി ആ രാക്ഷസൻ, കോപിഷ്ഠനായ രാക്ഷസൻ ശ്രീരാമനോട് പറഞ്ഞു, ശക്തനായ വിരാതൻ എന്ന് പറയുന്ന എന്നെക്കുറിച്ച് നീ കേട്ടിട്ടില്ലേ? ഈ 3 ലോകത്തിലും എന്നെ അറിയാത്തവൻ നീ മാത്രമായിരിക്കും. അത്രയും വലിയ വിഡ്ഢിയാണ് നീ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ഭയം കാരണമാണ് ഇവിടെ ഉണ്ടായിരുന്ന തപസ്വികളെല്ലാം ഈ വനം ഉപേക്ഷിച്ച് ദൂരേക്ക് ഓടിപ്പോയത്. നിങ്ങൾക്ക് ജീവനോടെ ഇരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ സുന്ദരിയായ സ്ത്രീയെയും ആയുധങ്ങളെയും ഇവിടെ ഉപേക്ഷിച്ച് വേഗത്തിൽ ഓടിപ്പോവുക. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കഠിനമായ വിശപ്പടക്കാൻ നിങ്ങളെയൊക്കെ എനിക്ക് ഭക്ഷണമാക്കേണ്ടി വരും. ഇത്രയും പറഞ്ഞ് അവർ സീതാദേവിയെ ലക്ഷ്യമാക്കി വേഗത്തിൽ അടുത്തു വരുന്നത് കണ്ടപ്പോൾ ശ്രീരാമൻ തന്റെ അമ്പുകൾ കൊണ്ട് അവന്റെ കൈകൾ വെട്ടിമാറ്റി. കൈകൾ പോയതോടെ കോപാകുലനായ ആ രാക്ഷസൻ വായ വൻതോതിൽ പിളർന്ന് ശ്രീരാമന്റെ നേർക്ക് അത്യധികം വേഗത്തിൽ അടുത്തു ചെന്നു. കൈകൾ പോയിട്ടും അടുത്തു വന്ന വിരാതന്റെ കാലുകളും ശ്രീരാമൻ തൂർത്ത അമ്പുകൾ കൊണ്ട് വെട്ടിമുറിച്ചു. കടുത്ത കോപത്തോടെ അവൻ വീണ്ടും അടുത്തു വന്നപ്പോൾ അവന്റെ തലയും ശ്രീരാമൻ അമ്പെയ്ത് മുറിച്ചു മാറ്റി. ഭൂമിയിൽ രക്തം പടർന്നൊഴുകി. അത് കണ്ട് ആശ്വാസവും സന്തോഷവും തോന്നിയ സീതാദേവി ശ്രീരാമനെ കെട്ടിപ്പുണർന്നു. ദേവസ്ത്രീകളായ അപ്സരസുകൾ നൃത്തം ചെയ്യാൻ തുടങ്ങി. ദേവന്മാർ ആകാശത്തു നിന്നും ദുന്ദുതികൾ ഉറക്കെ മുഴക്കി. ആ സമയത്ത് വിരാതന്റെ ശരീരത്തിൽ നിന്നും ആകാശമാർഗത്തിൽ ദിവ്യവും ധന്യവുമായ ഒരു രൂപം ഉയർന്നു വരുന്നത് കാണപ്പെട്ടു. സ്വർണാഭരണങ്ങൾ അണിഞ്ഞ് സൂര്യനെ പോലെ തിളങ്ങുന്ന കാന്തിയോടും സുന്ദരമായ ശരീരത്തോടും അശുദ്ധമായ വസ്ത്രങ്ങളോടും നിർമ്മലാംബരം കൂടി ശരണാഗതരുടെ സങ്കടങ്ങൾ മാറ്റുന്നവനും കരുണാനിധിയുമായ ശ്രീരാമനെ, പൂർണ്ണചന്ദ്രനെ പോലെ മനോഹരമായ മുഖമുള്ളവനും ജനന മരണ ചക്രത്തെ തകർക്കുന്നവനും ഭയത്തെ ഇല്ലാതാക്കുന്നവനും ലക്ഷ്മിപതിയായവനും നീലത്താമരയിതൾ പോലെ കറുത്ത ശരീര നിറമുള്ളവനും ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരാൽ വന്ദിക്കപ്പെടാത്ത പാദങ്ങളുള്ളവനും അതിസുന്ദരനും സുകുമാരനും പുണ്യവാന്മാരുടെ മനസ്സിൽ അധിവസിക്കുന്നവനും ലോകത്തിനൊട്ടാകെ ആനന്ദം നൽകുന്നവനുമായ രാമചന്ദ്രനെ അവൻ ദണ്ഡ നമസ്കാരം, അതായത് സാഷ്ടാംഗം ചെയ്ത് മനസ്സിൽ അത്യധികം സന്തോഷത്തോടെ ഇപ്രകാരം സ്തുതിക്കുവാൻ തുടങ്ങി. ഹേ ശ്രീരാമ ഭഗവാനെ, ഞാനൊരു വിദ്യാധരൻ ദിവ്യജീവിയായിരുന്നു. കരുണയുടെ സ്വരൂപമായവനെ, ലക്ഷ്മിപതിയായവനെ, ഭൂമിപതി, അഹങ്കാരിയായിരുന്ന ഞാൻ ദുർവാസാവ് മഹർഷിയുടെ ശാപം കാരണമാണ് ഭീകരനായ ഒരു രാക്ഷസനായി മാറിയത്.
ഹേ നാഥ, അവിടുത്തെ മഹത്വം കൊണ്ട് ഇന്ന് എൻ്റെ ശാപബന്ധം അഴിഞ്ഞ് എനിക്ക് ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നു. ഇനി എപ്പോഴും ഭക്തിയോടെ അവിടുത്തെ താമരപാദങ്ങളെ പ്രാർത്ഥിക്കാൻ എൻ്റെ മനസ്സിന് ഇടയാകണമേ. എൻ്റെ വാക്കുകൾ കേട്ട് എപ്പോഴും അവിടുത്തെ നാമങ്ങൾ കീർത്തിയാൽ സാധിക്കണമേ. എൻ്റെ കൈകൾ കൊണ്ട് എപ്പോഴും അവിടുത്തെ പാദങ്ങളെ പൂജിക്കാൻ സാധിക്കണമേ. എൻ്റെ ചെവികൾ കൊണ്ട് എപ്പോഴും അവിടുത്തെ കഥകൾ കേൾക്കാൻ സാധിക്കണമേ. എൻ്റെ കണ്ണുകൾ കൊണ്ട് എപ്പോഴും ശ്രീരാമ സ്വരൂപങ്ങൾ വിഗ്രഹങ്ങളും ദർശിക്കുവാനും സാധിക്കണേ. എൻ്റെ തല കുനിച്ച് എപ്പോഴും അവിടുത്തെ വന്ദിക്കുവാൻ സാധിക്കണേ. അവിടുത്തെ ഉത്തമന്മാരായ ഭക്തന്മാരുടെ ദാസനായി സേവകനായി മാറാൻ എനിക്ക് സാധിക്കണമേ. ജ്ഞാനസ്വരൂപനായ ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. ആത്മാരാമനായ ശ്രീരാമ ഭഗവാനെ, അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. സീതാദേവിക്ക് ആനന്ദം നൽകുന്ന ശ്രീരാമ ഭഗവാനെ, അങ്ങേക്ക് എപ്പോഴും നമസ്കാരം. ലോകത്തിനൊട്ടാകെ ആനന്ദം നൽകുന്ന ശ്രീരാമ ഭഗവാനെ, അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. എന്നെ തിരികെ ദേവലോകത്തേക്ക് പോകാനായി അനുഗ്രഹിക്കണമേ. ഹേ ദേവദേവീശ, ഞാൻ അവിടുത്തെ മുൻപിൽ ഒരു കാര്യം കൂടി അപേക്ഷിക്കുന്നുണ്ട്. താമരക്കണ്ണ, അവിടുത്തെ മഹാമായ ദേവി എന്നെ മേലിൽ മോഹിപ്പിക്കാതിരിക്കട്ടെ. അങ്ങേക്ക് എപ്പോഴും എൻ്റെ നമസ്കാരം. ഇപ്രകാരം അപേക്ഷിച്ച വിദ്യാധരന് അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് അരുളി ചെയ്ത് ശ്രീരാമൻ വരങ്ങൾ നൽകി. രാമൻ അരുളി ചെയ്തു, സംസാര ബന്ധങ്ങളിൽ നിന്നും മുക്തനാകാത്തവന് എന്നെ ദർശിക്കുവാൻ കഴിയില്ല. എന്നോട് ഭക്തി ഉണ്ടാകാൻ ഉടൻ തന്നെ മോക്ഷം ലഭിക്കുകയും ചെയ്യും. ലക്ഷ്മീപതിയായ ശ്രീരാമനോടും യാത്രയും ചോദിച്ച് വിദ്യാധരൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി. ഈ കഥ പറയുകയും സ്തുതിക്കുകയും ചെയ്യുന്ന മനുഷ്യന് പാപങ്ങളെല്ലാം അകന്ന് മോക്ഷം പ്രാപിക്കുവാൻ സാധിക്കും. അതിനുശേഷം ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ഐശ്വര്യ നിറഞ്ഞ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു. സാക്ഷാൽ പരമേശ്വരനായ ശ്രീരാമനെ സ്വന്തം കണ്ണുകൾ കൊണ്ട് നേരിൽ കണ്ട് ആ തപസ്വി ശ്രേഷ്ഠർ ഭക്തിയോടെ പൂജിച്ചു. കിഴങ്ങുകളും പഴവർഗ്ഗങ്ങളും നൽകി അതിഥി സൽക്കാരം വേണ്ടാതെ അല്ലെങ്കിൽ അതിസൽക്കാരം നടത്താമെന്ന് ആലോചിച്ച് മനസ്സിൽ അത്യധികം സന്തോഷത്തോടെ ശരഭംഗ മഹർഷി പറഞ്ഞു, സീതാദേവിയോടൊപ്പം അങ്ങയെ നേരിൽ കാണണമെന്ന ആഗ്രഹത്തോടെ ഞാൻ എത്രയോ നാളുകളായി ഇവിടെ കാത്തിരിക്കുകയാണ്. വളരെ കാലം കഠിന തപസ് ചെയ്ത് ഞാൻ കുറെ പുണ്യങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. മനുഷ്യനായി അവതരിച്ച അങ്ങേക്ക് ആ പുണ്യങ്ങളെല്ലാം സമർപ്പിക്കാനും ഇന്ന് എനിക്ക് മോക്ഷത്തിനായി തയ്യാറെടുക്കുവാനുള്ള ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങയെ കാണുകയും ചെയ്തു. ഇനി ഞങ്ങൾ എൻ്റെ പുണ്യങ്ങൾ വ്യർത്ഥമാക്കാതെ അങ്ങേക്ക് അർപ്പിച്ചത് ഞാൻ എൻ്റെ ശരീരം വെടിയുകയാണ്. വളരെ കാലമായി ഞാൻ മനസ്സിൽ വിചാരിച്ച് കാത്തിരുന്നത് ഇതിനാണ്. ഇനി ഞാൻ സർവ്വബന്ധങ്ങളും വെടിഞ്ഞ് മോക്ഷം പ്രാപിക്കാൻ പോകുന്നു. യോഗിവര്യനും തപോധനുമായ ശരഭംഗ മഹർഷി യോഗീശ്വരനായ ശ്രീരാമന്റെ പാദങ്ങളിൽ വന്ദിച്ചു. ശരഭംഗൻ പ്രാർത്ഥിക്കുന്നു, എല്ലാ ചരാചര ജീവങ്ങളുടെയും ഉള്ളിൽ അധിവസിക്കുന്ന ലോകനാഥനായ അവിടുത്തെ ഞാൻ എപ്പോഴും മനസ്സിൽ ധ്യാനിക്കുന്നു. കറുത്ത പുല്ലിന്റെ നിറമുള്ളവൻ, ശ്യാമവർണ്ണൻ, താമര കണ്ണുള്ളവനും മരവുരി വസ്ത്രം ധരിച്ചവനും ജടാമകുടവും വില്ലുമേന്തിയവനുമായ ശ്രീരാമ ഭഗവാൻ ഞാൻ ധ്യാനിക്കുന്നു. ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്നവനും സീതാദേവിയോട് കൂടിയവനും
ശാന്തനും സുന്ദരവുമായ മുഖമുള്ളവരും കാരുണ്യത്തിന്റെ സമുദ്രവുമായ ശ്രീരാമനെ ഹോമകുണ്ടത്തിൽ തപസ്യയായി തീകൂട്ടി ശ്രീരാമന്മാരെയും ലക്ഷ്മണനെയും നോക്കി നിൽക്കാതെ തന്നെ ശരഭംഗ മഹർഷി യോഗാഗ്നിയിൽ തന്റെ ശരീരം ദഹിപ്പിച്ചു. ആ തപസ്യ ശ്രേഷ്ഠൻ ബ്രഹ്മലോകം അല്ലെങ്കിൽ വിഷ്ണുപാദം പ്രാപിച്ചു. ആ സമയത്ത് ആകാശമാർഗത്തിൽ ദേവന്മാരുടെ വിമാനങ്ങൾ നിറഞ്ഞു. ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തി. ഇന്ദ്രൻ ഭഗവാന്റെ താമരപാദങ്ങളെ വന്ദിച്ചു. ശരഗ മഹർഷിയുടെ ഈ ഉത്തമഗതി കണ്ടപ്പോൾ സീതാദേവിക്കും ലക്ഷ്മണനും കൗസല്യപുത്രനായ ശ്രീരാമനും വളരെ സന്തോഷവും അത്ഭുതവും ഉണ്ടായി. അവിടെ കുറച്ചു കാലം കഴിഞ്ഞതിനു ശേഷം ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെല്ലാം തിരികെ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. ദണ്ഡകാരണ്യത്തിന് വസിച്ചിരുന്ന മുനിമാരുടെ കൂട്ടം ദശരഥപുത്രനായ ശ്രീരാമൻ എത്തിയിട്ടുണ്ടെന്ന വിവരമറിഞ്ഞ സൂര്യവംശത്തിൽ ജനിച്ചവനും ജഗന്നാഥനുമായ താമരക്കണ്ണനായ ശ്രീരാമനെ കാണാനായി എത്തിച്ചേർന്നു. ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ആ മാമുനിമാരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. തപസ്വികളായ ആ മുനിമാർ അവരെ അനുഗ്രഹിച്ച ശേഷം അറ്റമില്ലാത്ത ആനന്ദത്തോടും സന്തോഷത്തോടും കൂടി ഇപ്രകാരം പറഞ്ഞു: അങ്ങയുടെ യഥാർത്ഥ രൂപം, അതായത് പരമാത്മതത്വവും ജനനോദ്ദേശവും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അനന്തശേഷന് മുകളിൽ പള്ളി കൊള്ളുന്ന സാക്ഷാൽ മഹാവിഷ്ണുവാണ് അവിടുന്ന്. ദേവന്മാരുടെ അപേക്ഷ പ്രകാരം ഭൂമിയുടെ ഭാരം കുറയ്ക്കുന്നതിനായി അവിടുന്ന് ഭൂമിയിൽ സൂര്യവംശത്തിൽ ജനിച്ചതാണ്. ലക്ഷ്മണൻ ആദിശേഷന്റെ അവതാരവും സീതാദേവി സാക്ഷാൽ ലക്ഷ്മി ദേവിയുമാണ്. ഭരതനും ശത്രുഘ്നനും അവിടുത്തെ കയ്യിലുള്ള ശംഖിന്റെയും ചക്രത്തിന്റെയും അവതാരങ്ങളാണ്. ഞങ്ങളുടെ ദുഃഖങ്ങളും രാക്ഷസ ശല്യവും പരിഹരിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് അവതരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. വിവിധ തപസ്വികൾ താമസിക്കുന്ന ഈ ആശ്രമ പ്രദേശങ്ങൾ കാണാനായി അവിടുന്ന് ഞങ്ങളോടൊപ്പം വേഗത്തിൽ വരണം. സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പം ഞങ്ങളുടെ അവസ്ഥ കണ്ടാൽ അവിടുത്തെ മനസ്സിൽ ദയ ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞ് ആ മുനിശ്രേഷ്ഠന്മാരോടൊപ്പം നടന്ന് ശ്രീരാമൻ ഓരോ മുനിമാരുടെയും ആശ്രമങ്ങൾ ദർശിച്ചു. ആ സമയത്ത് വഴിയിൽ മനുഷ്യരുടെയും മുനിമാരുടെയും തലയോട്ടികളും അസ്ഥികളും കുന്നുകൂടി കിടക്കുന്നത് കണ്ട് ശ്രീരാമൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. രാമൻ ചോദിക്കുന്നു: മനുഷ്യരുടെ തലയോട്ടികളും അസ്ഥികൂടങ്ങളും എല്ലാം ഇവിടെ ഇത്രയധികം കുന്നുകൂടി കിടക്കുവാൻ എന്താണ് കാരണം? കഷ്ടം. ശ്രീരാമന്റെ ആ വാക്കുകൾ കേട്ട് തപസ്വികളായ മുനിമാർ പറഞ്ഞു: ഹേ രാമഭദ്ര, കേട്ടാലും മുനിശ്രേഷ്ഠന്മാരെ കൊന്നു തിന്ന് ദയയില്ലാത്ത രാക്ഷസക്കൂട്ടങ്ങൾ ഭക്ഷിച്ചതു കാരണമാണ് ഹേ നാഥ ഈ പ്രദേശം മുഴുവൻ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ഈ വിവരമെല്ലാം കേട്ട് മനസ്സിൽ അത്യധികം ദയ തോന്നിയ പുരുഷോത്തമനായ ശ്രീരാമൻ ഇപ്രകാരം അരുളി ചെയ്തു: ക്രൂരമായ ഈ ദുഷ്ടരാക്ഷസന്മാരെ ഒന്നുപോലും ബാക്കി വെക്കാതെ ഞാൻ കൊന്നൊടുക്കി നശിപ്പിച്ചുകൊള്ളാം. അതുകൊണ്ട് തപസ്വികളായ നിങ്ങൾ യാതൊരു ഭയവുമില്ലാതെ സന്തോഷത്തോടെ തപസ്സു ചെയ്തു യാഗങ്ങൾ നടത്തിയും ഇവിടെ വസിച്ചുകൊള്ളുക. സത്യപരാക്രമിയായ ശ്രീരാമൻ അവിടെ വെച്ച് ആ പ്രതിജ്ഞയെടുത്തു. വനവാസികളായ മുനിമാരാൽ എപ്പോഴും പൂജിക്കപ്പെടുന്നവനായി അവിടെയുള്ള മുനിശ്രേഷ്ഠന്മാരുടെ ആശ്രമങ്ങളിൽ ഭൂമിദേവിയുടെ മകളായ സീതയോടും അനിയനായ ലക്ഷ്മണനോടുമൊപ്പം നല്ല മനുഷ്യരുടെ സഹവാസത്തിലെ സന്തോഷത്തോടെ അധിവസിച്ചു. ഇപ്രകാരം വനവാസത്തിന്റെ 13 വർഷങ്ങൾ കടന്നുപോയി. വളരെ പ്രശസ്തവും മനോഹരമായ സുധീഷ്ണ മഹർഷിയുടെ ആശ്രമം ശ്രേഷ്ഠന്മാരായ തപസ്വികളും ശിഷ്യഗണങ്ങളും നിറഞ്ഞതായിരുന്നു. എല്ലാ ഋതുക്കളുടെയും, അതായത് എല്ലാ കാലാവസ്ഥയും ഭംഗിയും ഗുണങ്ങളും ഒത്തിണങ്ങിയ സമാനതകളില്ലാത്ത പ്രകൃതിയും എപ്പോഴും സന്തോഷം നൽകുന്നതുമായ അത്ഭുതകരവുമായ എല്ലാത്തരം മരങ്ങളും വള്ളികളും പുൽച്ചെടികളും നിറഞ്ഞ ആ ആശ്രമഭൂമി നല്ല പക്ഷികളും മൃഗങ്ങളും പാമ്പുകളും വരെ ശാന്തമായി അധിവസിക്കുന്ന ഒന്നായിരുന്നു. ശ്രീരാമൻ തമ്പിയായ ലക്ഷ്മണനോടും സീതയോടുമൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് കേട്ട ആ മുനിശ്രേഷ്ഠൻ അഗസ്ത്യ മുനിയുടെ ഉത്തമ ശിഷ്യനായ സുധീഷ്ണൻ, അതായത്
കുംഭസംഭവൻ എപ്പോഴും രാമമന്ത്ര ജപത്തിൽ മുഴുകിയിരുന്നു. ആ മഹർഷി വളരെ സന്തോഷത്തോടെ, വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി മുന്നോട്ട് ചെന്ന് അവരെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പൂജയ്ക്കും കാൽ കഴുകുന്നതിന് മുമ്പ് പൂജാദ്രവ്യങ്ങൾ നൽകി അവരെ സ്വീകരിച്ചു. കണ്ണുകളിൽ ആനന്ദ കണ്ണീർ നിറഞ്ഞ് ഇടറിയ ശബ്ദത്തോടെ ഭക്തിപൂർവം ഭക്തരെ സ്നേഹിക്കുന്ന രാമഭഗവാനോട് അവൻ പറഞ്ഞു, എൻ്റെ ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ എപ്പോഴും അവിടുത്തെ രാമമന്ത്രം മാത്രം ജപിച്ചുകൊണ്ടിരുന്നു. ബ്രഹ്മാവും ശിവനും തുടങ്ങിയ ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്ന അവിടുത്തെ തൃപ്പാദങ്ങൾ തന്നെയാണ് അവിടുത്തെ ഈ വലിയ മായാസമുദ്രം കടന്നു പോകാനുള്ള ഏക തോണി. തുടക്കമോ അതായത് ആദി, ഒടുക്കമോ അതായത് അന്തം ഇല്ലാത്ത പരമാത്മാവാണ് അവിടുന്ന്. അവിടുത്തെ യഥാർത്ഥ തത്വവും രൂപവും സാധാരണക്കാർക്ക് ആർക്കും ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അവിടുത്തെ ഭക്തന്മാരും ദാസന്മാരുടെയും ദാസനായി അത്രയും താഴ്മയുള്ള ഭക്തനായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ താമരപാദങ്ങൾ എപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കണമേ. മക്കൾ, ഭാര്യ, ധനം, വീട് എന്നീ ആഗ്രഹങ്ങളാകുന്ന ഇരുണ്ട കിണറ്റിൽ നിന്ന് കെട്ടുപിണഞ്ഞ് മുങ്ങിത്താഴുന്ന എന്നെ അവിടുന്ന് അവിടുത്തെ ഭക്തവത്സല്യം ദയാപൂർണവുമായ കടാക്ഷ വീക്ഷണം കൊണ്ട് എത്രയും വേഗം രക്ഷിച്ചെടുക്കണമേ. ഹേ കരുണാനിധേ, മൂത്രം, മാംസം, മാലിന്യങ്ങൾ എന്നിവ നിറഞ്ഞ് അറപ്പുളവാക്കുന്ന ഈ നിസാര ശരീരത്തെക്കുറിച്ച് എനിക്ക് വലിയ വിഷമം തോന്നിയിരുന്നു. എന്നാൽ എൻ്റെ മഹാമോഹങ്ങളാകുന്ന കയറുകളെല്ലാം മുറിച്ചു മാറ്റി ദുഃഖങ്ങളെ നശിപ്പിച്ച ഭഗവാനെ അവിടുന്ന് എപ്പോഴും എൻ്റെ ഉള്ളിൽ വസിച്ചരുളണമേ. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ എപ്പോഴും അധിവസിക്കുന്ന സാക്ഷാൽ അവിടുന്ന് തന്നെയാണെങ്കിലും അവിടുത്തെ ദിവ്യമന്ത്രങ്ങൾ ജപിക്കുന്ന ഭക്തന്മാരെ അവിടുത്തെ മായാമഹാദേവി ഒരിക്കലും സംസാര ബന്ധനങ്ങളിൽ പെടുത്തി ബുദ്ധിമുട്ടിക്കുകയില്ല. എന്നാൽ അവിടുത്തെ നാമമന്ത്രം ജപിക്കാൻ മടിക്കുന്നവരെ മായാദേവി ലൗകിക ബന്ധങ്ങളിൽ കുടുക്കി വലയ്ക്കുകയും ചെയ്യും. ചോദിക്കുന്ന ആഗ്രഹങ്ങൾ നൽകുന്ന കൽപ്പവൃക്ഷത്തെ പോലെ അവരവരുടെ ഭക്തിക്കും സേവനത്തിനും അനുയോജ്യമായ ഫലം നൽകുന്നവനാണ് അവിടുന്ന്. ഹേ ഭഗവാനെ, കാത്തുകൊള്ളണമേ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ നടത്തുന്നതിനായി പ്രപഞ്ചത്തെ മോഹിപ്പിക്കുന്ന മായയുടെ ഗുണങ്ങൾക്കനുസരിച്ച് ജ്ഞാനസ്വരൂപനായ അവിടുന്ന് തന്നെ ശിവൻ, രുദ്രൻ, ബ്രഹ്മാവ്, വിഷ്ണു എന്നീ ത്രിമൂർത്തി രൂപങ്ങൾ സ്വീകരിച്ച് വിളങ്ങുന്നു. പല പാത്രങ്ങളിലെ വെള്ളത്തിൽ ഒരു സൂര്യൻ തന്നെ പലതായി പ്രതിബിംബിച്ചു കാണുന്നത് പോലെ അവിടുന്ന് ഈ ലോകത്തിൽ പല രൂപങ്ങളായി തോന്നപ്പെടുന്നു. ഹേ കരുണാനിധേ, ഇത്രയും മഹത്തായ അവിടുത്തെ സ്വരൂപത്തെ ഞാൻ എങ്ങനെയെല്ലാം അറിഞ്ഞാണ് നിത്യവും ഉപാസിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. എന്നാൽ എൻ്റെ തപസ്സിൻ്റെ ശക്തിയാൽ അവിടുത്തെ താമരപാദങ്ങൾ ഇന്നു തന്നെ എൻ്റെ മുന്നിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ നാമമന്ത്രങ്ങൾ ജപിച്ചു ശുദ്ധരായവരുടെ മുൻപിൽ പ്രസന്നനാകുന്ന വിശുദ്ധനായ ഭഗവാനെ അവിടുന്ന് ഭൗതിക ശരീരമില്ലാത്ത ചിന്മയനാണെങ്കിലും സത്യസ്വരൂപവും പരബ്രഹ്മവും വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അറപ്പുള്ളവനുമായ അവിടുത്തെ ദിവ്യരൂപം അവിടുത്തെ മായയാൽ മനുഷ്യവേഷം ധരിച്ച് ലീലാരൂപത്തിൽ ഇവിടെ അവതരിച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് കാമദേവന്മാരുടെ സൗന്ദര്യത്തെ തോൽപ്പിക്കുന്ന തരത്തിൽ എത്രയും സുന്ദരവും ആകർഷണവുമായ രൂപം, കാരുണ്യം നിറഞ്ഞ കണ്ണുകളുള്ളവനും വില്ലും അമ്പുമുള്ള കയ്യിലേന്തിയവനും മന്ദഹാസം തൂകുന്ന സുന്ദരമുഖമുള്ളവനും മാനിന്റെ തോൽ വസ്ത്രമായി ധരിച്ചവനുമായ ഭഗവാനെ, സീതാദേവിയോട് കൂടിയവനും സുമിത്രാപുത്രനായ ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്നവനും താമരപാദങ്ങളുള്ളവനും നീല കാർമേഘത്തിന്റെ നിറമുള്ള ശരീരത്തോടു കൂടിയവനുമായ അതിസുന്ദരനും ശാന്ത സ്വഭാവിയും അളവറ്റവനും ഗുണങ്ങളുടെ ഉപാസകനുമായ കാമക്രോധങ്ങളോ അസൂയയോ ഇല്ലാത്തവനും ആനന്ദം നിറഞ്ഞവനും നാശമില്ലാത്തവനുമായ ഭഗവാനെ, തൻ്റെ കണ്ണുകൾക്ക് മുൻപിൽ
നേരിട്ട് പ്രത്യക്ഷപ്പെട്ട അവിടുത്തെ ഈ ദിവ്യരൂപം എപ്പോഴും എന്നെ മനസ്സിൽ അധിവസിക്കണമേ. അവിടുത്തെക്കുറിച്ചുള്ള ഭക്തി എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇതിലപ്പുറം മറ്റൊരു വരവും ഞാൻ അവിടുത്തേക്ക് അപേക്ഷിക്കുന്നില്ല. ഹേ ഭഗവാനെ, തൊഴുത് വന്നിച്ച് സ്തുതിച്ച ആ സുധീക്ഷണൻ മഹർഷിയോട് ചെറുപുഞ്ചിരിയോടെ ശ്രീരാമൻ അരുളി ചെയ്തു: ഹേ മുനെ, അവിടുത്തെ നിത്യവും ശുദ്ധവുമായ ഭക്തി നിർഭരമായ മനസ്സ് അറിഞ്ഞു തന്നെയാണ് ഞാൻ അവിടുത്തെ കാണാനായി ഇവിടെ എത്തിയത്. എപ്പോഴും എന്നെ തന്നെ ശരണം പ്രാപിച്ച് എൻ്റെ നാമങ്ങൾ ജപിച്ച് മറ്റു ആഗ്രഹങ്ങളൊന്നുമില്ലാതെ ജീവിക്കുന്ന സന്തോഷവാന്മാരായ ഭക്തന്മാർക്ക് ഞാൻ അവർ മനസ്സിൽ ധ്യാനിക്കുന്ന അതേ രൂപത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അവിടുന്ന് ചൊല്ലിയ ഈ സ്തോത്രം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇത് പഠിക്കുകയും ജപിക്കുകയും ചെയ്യുന്ന പുണ്യവാനായ മനുഷ്യന് എന്നിൽ ദൃഢമായ ഭക്തിയും പരമമായ ബ്രഹ്മജ്ഞാനവും ലഭിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഹേ തപസ്വി ശ്രേഷ്ഠ, എന്നെ ഇങ്ങനെ ഭക്തിയോടെ സേവിച്ചുകൊണ്ട് ഈ ദേഹത്യാഗത്തിന് ശേഷം അവിടുന്ന് എന്നെ സായുജ്യമുക്തി പ്രാപിക്കും. എനിക്ക് അവിടുത്തെ ഗുരുവായ അഗസ്ത്യ മഹർഷിയെ നേരിൽ കണ്ട് വന്ദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് എപ്പോഴാണ് സാധിക്കുക? അവിടെ കുറച്ചു കാലം താമസിക്കുവാനും എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഹേ മുനെ, അഗസ്ത്യ മഹർഷിയുടെ ആശ്രമം ഇവിടെ നിന്ന് എത്ര ദൂരത്താണ്? ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് സുധീഷ്ണ മഹർഷി പറഞ്ഞു: അങ്ങേക്ക് മംഗളം ഉണ്ടാവട്ടെ. അങ്ങേക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയതിൽ അടുത്ത ദിവസം തന്നെ ഞാൻ അങ്ങയുടെ കൂടെ വന്ന് വഴി കാണിച്ചു തരാം. അതുകൊണ്ട് ഇന്ന് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് ഇവിടെ തന്നെ വിശ്രമിക്കാം. ഞാനും എൻ്റെ ഗുരുനാഥനെ കണ്ടിട്ട് കുറച്ചു നാളുകളായി. അതുകൊണ്ട് വലിയ സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം. ഇപ്രകാരം സന്തോഷത്തോടെ രാത്രി കഴിച്ചുകൂട്ടി രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ സന്ധ്യാവന്ദനാദി കർമ്മങ്ങൾ പൂർത്തിയാക്കി സന്തോഷവാനായ സുധീഷ്ണ മഹർഷിയോടും സീതാദേവിയോടും അനിയൻ ലക്ഷ്മണനോടും ഒപ്പം സാവധാനം നടന്ന് ഉച്ചസമയത്തോടുകൂടി ശ്രീരാമൻ അഗസ്ത്യ മഹർഷിയുടെ അനിയന്റെ അഗസ്ത്യ അനുജൻ ആശ്രമത്തിൽ വേഗത്തിൽ എത്തിച്ചേർന്നു. അഗസ്ത്യന്റെ സഹോദരൻ മുന്നോട്ട് വന്ന് അവരെ സ്വീകരിച്ച് സൽക്കാരങ്ങൾ നൽകി. കാട്ടുപഴങ്ങളും കിഴങ്ങുകളും കഴിച്ച് എല്ലാവരും പരസ്പരം സംസാരിച്ച് അവിടെ വിശ്രമിച്ചതിനു ശേഷം സൂര്യൻ ഉദിച്ചപ്പോൾ ആ വൻ കാട്ടിൽ വഴിയിലൂടെ അവർ പതിയെ പതിയെ നടന്നു തുടങ്ങി. എല്ലാ ഋതുക്കളിലും ഫലങ്ങളും പൂക്കളും നൽകുന്ന മരങ്ങളും വള്ളികളും നിറഞ്ഞതും വിവിധ തരം മൃഗങ്ങൾക്ക് വസിക്കുന്നതുമായ വിവിധയിനം പക്ഷികളുടെ കളക്കൂട്ടങ്ങളാൽ അതിമനോഹരമായ പ്രകൃത്യാശത്രുക്കളായ ജീവികൾ പോലും വൈരമില്ലാതെ ഒന്നിച്ചു കഴിയുന്ന മൃഗങ്ങൾ നിറഞ്ഞ ദേവേന്ദ്രന്റെ നന്ദവനം പോലെ ആനന്ദം നൽകുന്നതുമായ വേദമന്ത്രങ്ങളുടെ ധ്യാനിക്കൽ അലങ്കരിക്കപ്പെട്ട സമാനതകളില്ലാതെ ആ കാട് ദർശിച്ചു. ബ്രഹ്മർഷി ശ്രേഷ്ഠന്മാരും ദേവമുനിമാരുടെ സന്തോഷത്തോടെ അധിവസിക്കുന്ന അനവധി ആശ്രമങ്ങൾ എണ്ണമറ്റ രീതിയിൽ അവിടെവിടെയായി സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ധാരാളം ജ്ഞാനികളും തപസ്വികളും ഉണ്ടായിരുന്നു. ഈ ആശ്രമഭൂമിയുടെ ഭംഗിയും വിശുദ്ധിക്കും മുൻപിൽ ബ്രഹ്മലോകം പോലും ഒന്നുമല്ല എന്ന് അത് കാണുന്ന ബ്രഹ്മജ്ഞാനികൾ പറയുന്നു. ഇങ്ങനെയുള്ള അത്ഭുത കാഴ്ചകളെല്ലാം കണ്ട് അവർ അഗസ്ത്യാശ്രമത്തിന്റെ പുറത്തുള്ള ഒരു നല്ല സ്ഥലത്തെത്തി. അവിടെ വിശ്രമിച്ച ശേഷം ശ്രീരാമൻ പ്രശസ്തനായ സുധീഷ്ണ മഹർഷിയോട് അരുളി ചെയ്തു: അവിടുന്ന് വേഗത്തിൽ ചെന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന വിവരം അഗസ്ത്യ മുനിയോട് അറിയിച്ചാലും. സീതാദേവിയോടും സഹോദരനായ ലക്ഷ്മണനോടുമൊപ്പം ഞാൻ കാടിന്റെ കവാടത്തിൽ ആശ്രമത്തിന് പുറത്ത് കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും. ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് വളരെ സന്തോഷം എന്ന് പറഞ്ഞ സുധീഷ്ണൻ വേഗത്തിൽ തന്റെ ഗുരുനാഥന്റെ ആശ്രമത്തിലേക്ക് നടന്നു. രാമഭക്തന്മാരും ശിഷ്യന്മാരാൽ ചുറ്റപ്പെട്ടവനും മുനിശ്രേഷ്ഠനുമായ അഗസ്ത്യ ഗുരുവിനെ വന്ദിച്ച് ശിഷ്യന്മാർക്ക് രാമമന്ത്രത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചും കൊണ്ടിരുന്ന ആത്മാരാമനായ അഗസ്ത്യ മഹർഷിയുടെ മുൻപിൽ അത്യന്തം വിനയത്തോടെ തലകുനിച്ച് സുധീഷ്ണൻ സാഷ്ടാംഗം വീണു നമസ്കരിച്ച് ഇപ്രകാരം ഉണർത്തിച്ചു:
ദശരഥപുത്രനായ ശ്രീരാമൻ അനിയനോടും തൻ്റെ ഭാര്യയോടുമൊപ്പം ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹേ കരുണാ സമുദ്രമേ, അവിടുത്തെ തൃപ്പാദങ്ങൾ ഭക്തിയോടെ കണ്ടു വന്ദിക്കാനായി അവർ പുറത്തു കാത്തു നിൽക്കുന്നുണ്ട്. അഗസ്ത്യ മഹർഷി ഭഗവാന്റെ വരവ് തൻ്റെ ജ്ഞാനദൃഷ്ടിയാൽ, അതായത് മുൻപേ തന്നെ മനസ്സിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അഗസ്ത്യ മഹർഷി വീണ്ടും സന്തോഷത്തോടെ ഇപ്രകാരം അരുളി ചെയ്തു: ഭക്തവത്സലനും രാഘവനുമായ ശ്രീരാമൻ എൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാനാണ്. അവിടുത്തെ വരവിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അവിടുത്തെ ദിവ്യരൂപം കാണുവാനായി ഞാൻ എത്രയോ നാളുകൾ നിരന്തരം പ്രാർത്ഥിച്ചും ധ്യാനിച്ചും കാത്തിരുന്നു. ഹേ താമരക്കണ്ണ, അവിടുത്തെ രാമരാമ എന്ന രാമമന്ത്രവും ജപിച്ച് ഞാൻ ഇവിടെ കാത്തിരിക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി എന്ന് അത്യന്തം സന്തോഷത്തോടും മനസ്സിൽ വലിയ ആകാംക്ഷയോടും കൂടെ ആ മുനിശ്രേഷ്ഠൻ വേഗത്തിൽ എഴുന്നേറ്റു. ഉത്തമ മുനിമാരോട്, അതായത് മറ്റു മുനിമാരോട്, തൻ്റെ ശിഷ്യഗണങ്ങളോടും ഒപ്പം ശ്രീരാമൻ അടുത്തേക്ക് ചെന്ന് അവിടുത്തെ മുഖത്തേക്ക് നോക്കി ഇപ്രകാരം പറഞ്ഞു: ഹേ രാമഭദ്ര, അങ്ങേക്ക് എപ്പോഴും മംഗളം ഭവിക്കട്ടെ. അവിടുത്തെ ദർശനം ലഭിച്ചത് എൻ്റെ വലിയ ഭാഗ്യമാണ്. എൻ്റെ വലിയ ഭാഗ്യത്തിൻ്റെ ഫലമായി പൂജനീയനായി ഒരു അതിഥിയായി അവിടുന്ന് ഇന്ന് എൻ്റെ അടുക്കൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഹേ ജഗൽപതേ, ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതം സഫലമായി എന്ന് മാത്രമല്ല, എൻ്റെ കാലങ്ങളായുള്ള തപസ്സും ഇന്ന് സഫലമായിരിക്കുന്നു. അഗസ്ത്യ മഹർഷിയെ കണ്ട ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും അത്യന്തം ആദരവോടെയും ബഹുമാനത്തോടെയും കൂടെ ഭക്തിയോടെയും മുന്നിൽ കുമ്പിട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചപ്പോൾ അഗസ്ത്യ മഹർഷി പെട്ടെന്ന് അവരെ എഴുന്നേൽപ്പിച്ച് അത്യന്തം മാനത്തോടെ ഗാഠമായി പുണർന്നു. ആദിശേഷന്റെ അവതാരമായ ലക്ഷ്മണനെയും കെട്ടിപ്പിടിച്ച് ശരീരസ്പർശനത്താൽ ഉണ്ടായ വലിയ ആനന്ദം കൊണ്ട് കണ്ണുകളിൽ ആനന്ദ കണ്ണീർ നിറഞ്ഞവനായി ആ മഹർഷി മാറി. അത്യന്തം രോമാഞ്ചത്തോടെ ഭഗവാൻ ശ്രീരാമന്റെ താമരക്കായി തൻ്റെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ച് തന്നിൽ അഭയം പ്രാപിക്കുന്നവർക്ക് പ്രിയപ്പെട്ടവനായ ശ്രീരാമനെയും കൂടി ആ മുനിശ്രേഷ്ഠൻ സന്തോഷത്തോടെ തൻ്റെ ആശ്രമത്തിലേക്ക് നടന്നു. കാൽ കഴുകുവാനുള്ള വെള്ളവും പൂജാദ്രവ്യങ്ങളും ഇരിക്കാൻ ആസനവും മധുപർക്കവും നൽകി ആദരിച്ച് ഭഗവാനെ സുഖമായി ഇരുത്തിയ ശേഷം കാട്ടുപഴങ്ങളും മറ്റു വന്യഭക്ഷണങ്ങളും നൽകി ആദരവോടെ കഴിപ്പിച്ചു. അതിനുശേഷം ധന്യനായ ആ മഹർഷി ഏകാന്തത്തിൽ ഇപ്രകാരം സ്തുതിച്ചു പറഞ്ഞു: ബ്രഹ്മാവിനോടും മറ്റ് ദേവന്മാരോടും അവിടുന്ന് അന്ന് വൈകുണ്ഠത്തിൽ വെച്ച് നൽകിയ വാക്ക് ഓർത്ത് അവിടുന്ന് ഇങ്ങോട്ടെത്തുകയും കാത്ത് ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. പാലാഴിയിൽ, അതായത് ക്ഷീരസമുദ്രം വെച്ച് അവിടുന്ന് അരുളി ചെയ്ത കാര്യങ്ങൾ, ക്രൂരനായ രാവണനെ വധിച്ച് ഞാൻ ഈ ഭൂമിയുടെ ഭാരം കുറയ്ക്കാമെന്ന വാക്ക് അവിടുന്ന് നൽകിയതാണ്. ഹേ ബ്രഹ്മാവിനാൽ പൂജിക്കപ്പെടുന്നവനെ, സകല ലോകങ്ങളുടെയും നാഥ, കാരുണ്യത്തിന്റെ നിധിയായ ഭഗവാനെ, അന്നു മുതൽ ആനന്ദ സ്വരൂപനായ അവിടുത്തെ കണ്ട് വന്ദിക്കാനായി ഞാൻ ഇവിടെ വന്ന് തപസ് ചെയ്ത് വസിക്കുകയായിരുന്നു. മറ്റ് തപസ്വിമാരോടും എൻ്റെ ശിഷ്യ സമൂഹത്തോടുമൊപ്പം അവിടുത്തെ താമരപാദങ്ങളെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് ഞാൻ കഴിയുകയായിരുന്നു. ഈ ലോക സൃഷ്ടിക്ക് മുൻപ് ആനന്ദ സ്വരൂപനും സകലത്തിനും കാരണക്കാരനും യാതൊരു ഉപാധികളും മായകളും ഇല്ലാത്തവനുമായ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ ശരീരം സ്വന്തം ശക്തിയായ പ്രകൃതി അഥവാ മഹാമായ ഭഗവാന് ആശ്രമമായി വർത്തിരിക്കുന്നു. യാതൊരു ഗുണങ്ങളുമില്ലാത്ത നിന്നെ ഈ മായ മറച്ചു പിടിക്കുകയും തൻ്റെ ഗുണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. ഉപനിഷത്തുകൾ പ്രകാരം ജ്ഞാനികളായ വേദാന്തികൾ സത്യസന്ധമായ അവിടുത്തെ അവ്യക്തം അഥവാ ദിവ്യമായ കാമരൂപം എന്ന് വിശേഷിപ്പിക്കുന്ന ആ മായാദേവിയെ മൂലപ്രകൃതി എന്ന സംസൃഷ്ടി എന്നും മായയ്ക്കും അപ്പുറമുള്ള ജ്ഞാനികൾ വിളിക്കുന്നു.
പണ്ഡിതന്മാർ ഇതിനെ അവിദ്യ എന്നും ഈ ശക്തിക്ക് പല രീതിയിലുള്ള അനേകം പേരുകൾ നൽകുകയും ചെയ്യുന്നു. അവിടുത്തെ പ്രേരണയാൽ ഇളകിമറിയുന്ന ആ മായയിൽ നിന്നാണ് മഹാതത്വം, പ്രപഞ്ചത്തിന്റെ ആദ്യ ബുദ്ധിതത്വം ഉണ്ടാകുന്നത് എന്ന് പറയപ്പെടുന്നു. അവിടുത്തെ കൽപ്പനയാൽ ആ മഹാതത്വത്തിൽ നിന്ന് പണ്ട് അഹങ്കാര തത്വവും ഉണ്ടായി വന്നു. ഈ മഹാമായയിൽ നിന്നും ഉണ്ടായ തത്വങ്ങളെ 3 ഗുണങ്ങളായി അവതരിച്ചിരിക്കുന്നു. സാത്വികം, രാജസം, താമസികം എന്നിങ്ങനെ 3 ഭാവങ്ങളായി അവ നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കിയാലും താമസ ഗുണത്തിന്റെ നിന്നും സൂക്ഷ്മമാത്രയിൽ, അതായത് തന്മാത്രകൾ, അതിനുശേഷം ഭൂമി ഉൾപ്പെടെയുള്ള സ്ഥൂലമായ 5 ഭൂതങ്ങളും പഞ്ചഭൂതങ്ങൾ പൃഥ്വി, തേജ, വായു, ആകാശവും ഉണ്ടായി. രാജസഗുണത്തിൽ നിന്നും നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ജനിച്ചു. സാത്വിക ഗുണത്തിൽ നിന്നും പ്രകാശരൂപികളായ ദേവന്മാരും നമ്മുടെ മനസ്സും ഉണ്ടായി വന്നു. ഇവയിൽ നിന്നെല്ലാം സൂക്ഷ്മ ശരീരവും പ്രപഞ്ചത്തെ മുഴുവൻ വ്യാപിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളും ഉണ്ടായി. അങ്ങനെ ആ ദിവ്യനായ വിരാത പുരുഷൻ അവതരിച്ചു എന്ന് പറയപ്പെടുന്നു. ഈ കാണപ്പെടുന്ന അസഖ്യം വരുന്ന ചരാചരങ്ങളായ സകല ലോകങ്ങളും സാക്ഷാൽ ആ വിരാട പുരുഷൻ തന്നെയാണത്രേ. ദേവന്മാർ, മനുഷ്യർ, മൃഗങ്ങൾ തുടങ്ങി വിവിധ ജാതി ജീവികളും അസഖ്യം വരുന്ന അനങ്ങുന്നതും അനങ്ങാത്തതുമായ പ്രപഞ്ച വസ്തുക്കളും ഉണ്ടായി വന്നു. ആ മായാദേവിയുടെ 3 ഗുണങ്ങളെ ആശ്രയിച്ചാണ് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവർ ആവിർഭവിച്ചത്. പ്രപഞ്ച സൃഷ്ടിക്കായി രജോ ഗുണത്തെ ആശ്രയിച്ച് ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്നും സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഉണ്ടായി വന്നു. സത്വഗുണത്തിലൂടെ ലോകത്തെ പരിപാലിക്കുവാൻ വിഷ്ണുവും തമോ ഗുണത്തിലൂടെ ലോകത്തെ പരിഹരിക്കാൻ രുദ്രനും ഉണ്ടായി. ഈ 3 ഗുണങ്ങളിൽ നിന്നാണ് ബുദ്ധിയുടെ ഭാവങ്ങളായ ജാഗ്രത, ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അവസ്ഥകൾ ഉണ്ടാവുന്നത്. സുഷുപ്തി എന്നാൽ ഗാഢനിദ്രയാണ്. അതായത് ജാഗ്രത, സ്വപ്നവും ഗാഢനിദ്ര എന്നീ 3 അവസ്ഥകളും ഉണ്ടായത്. ഹേ നാഥ, ഇവയ്ക്കെല്ലാം സാക്ഷിയായി നിൽക്കുന്ന അവിടുത്തെ ജ്ഞാനസ്വരൂപനും ചിന്മയൻ, മായാതീതനും, അതായത് നിവൃതൻ, എപ്പോഴും ഏകനും എപ്പോഴും വിനാശമില്ലാത്തവനുമാണ്. അവിടുന്ന് ഏത് സമയത്താണോ സൃഷ്ടികർമ്മം നടത്താൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ സന്തോഷത്തോടെ ആ മായയെ സ്വയം അംഗീകരിക്കുന്നു. ആ മായയെ സ്വീകരിക്കുന്നത് കാരണം അവിടുന്ന് മായാഗുണങ്ങൾക്ക് വശപ്പെട്ടവനെ പോലെ, സാധാരണക്കാരനെ പോലെ തോന്നിപ്പിക്കുന്നു. ഭഗവാന്റെ ആ മഹാമായ 2 വിധത്തിലാണ് ഉള്ളത്. ഒന്ന് വിദ്യ എന്നും രണ്ടാമത്തേത് അവിദ്യ എന്നും അറിയപ്പെടുന്നു. ലൗകിക സുഖങ്ങൾ വെടിഞ്ഞാൽ സ്വീകരിക്കുന്നത് വിദ്യയാണ്. എന്നാൽ സാധാരണ ജനങ്ങൾ അവിദ്യയ്ക്ക് വശപ്പെട്ട് ജീവിക്കുന്നു. അവർ ലൗകിക പ്രവൃത്തികളിൽ മുഴുകി ജീവിക്കുന്നവരാണ് എന്നതാണ് ഇരുവരുടെയും തമ്മിലുള്ള വ്യത്യാസം. വേദാന്തങ്ങളുടെ അർത്ഥം ഗ്രഹിച്ചവരും എല്ലാവരെയും സമയമായി കാണുന്നവനും ഭഗവാന്റെ പാദഭക്തരുമായവർ വിദ്യയുടെ തത്വം അറിഞ്ഞവരുമാണ്. അവിടുത്തേക്ക് ആ വിദ്യയ്ക്ക് വശപ്പെട്ടവർ ഈ സംസാര ബന്ധങ്ങളിൽ പെട്ടുകിടക്കുന്നവരെയാണ് സത്യജ്ഞാനികൾ എപ്പോഴും പറയുന്നത്. വിദ്യ അഭ്യസിച്ചു തെളിഞ്ഞ ജ്ഞാനികളെ തത്വജ്ഞാനികൾ എപ്പോഴും സംസാര ബന്ധനങ്ങളിൽ നിന്നും മുക്തരായവർ എന്ന് വിളിക്കുന്നു. അവിടുത്തെ ദിവ്യമന്ത്രങ്ങൾ ജപിച്ച് ഉപാസിക്കുന്ന ഭക്തന്മാർക്ക് പരിശുദ്ധമായ ജ്ഞാനം സ്വയം ലഭിക്കുന്നതാണ്. എന്നാൽ അങ്ങയോട് ഭക്തിയില്ലാത്ത മൂഢന്മാർക്ക് 100 1000 ജന്മങ്ങൾ കടന്നു പോയാലും വിദ്യ അഥവാ ജ്ഞാനം ലഭിക്കുകയില്ല. അതുകൊണ്ട് അവിടുത്തേക്ക് ദൃഢമായ ഭക്തിയുള്ളവർക്ക് തീർച്ചയായും മുക്തി നേടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
എന്നാൽ അവിടുത്തെ ഭക്തിയാകുന്ന അമൃത് അനുഭവിക്കാത്തവർക്ക് സ്വപ്നത്തിൽ പോലും മോക്ഷം ലഭിക്കുകയുമില്ല. ഹേ ശ്രീരാമ ഭഗവാനെ രഘുപതേ, സാക്ഷാൽ ജ്ഞാന സ്വരൂപനെ ലക്ഷ്മീപതേ, ആത്മാരാമ, കാരുണ്യത്തിന്റെ അമൃത സമുദ്രമേ, ഞാൻ ഇനി കൂടുതൽ സംസാരിച്ചിട്ട് എന്തു കാര്യം? ഹേ രാമഭദ്ര, ഭൂമി പാലകനായ ഭഗവാനെ, വലിയ അർത്ഥമുള്ള ഒരു കാര്യം ചുരുക്കത്തിൽ ഞാൻ പറയാം. സജ്ജനങ്ങളുമായുള്ള സംസർഗം മാത്രമാണ് മോക്ഷത്തിലേക്കുള്ള പ്രധാന കാരണമെന്ന് വേദാന്തങ്ങൾ പഠിച്ച പണ്ഡിതന്മാർ പറയുന്നു. എല്ലാവരുടെയും ഒരുപോലെ കാണുന്ന സമചിത്തതയുള്ളവരാണ് യഥാർത്ഥ സജ്ജനങ്ങൾ. അവർ ഭക്തന്മാർക്കായി ആത്മജ്ഞാനം ഉപദേശിച്ച് കൊടുക്കുന്നു. യാതൊരു ലൗകിക ആഗ്രഹങ്ങളും ഇല്ലാത്തവരും ആശകൾ ഒഴിഞ്ഞവരും എപ്പോഴും അവിടുത്തെ ഭക്തന്മാരും എല്ലാത്തരം കാമങ്ങളിൽ നിന്നും വിട്ടുനിന്നവരുമാണവർ. നല്ലതും ചീത്തയുമായ അനുഭവങ്ങളിൽ ഒരുപോലെ കഴിയുന്നവരും ലൗകിക പറ്റിനിൽപ്പുകളില്ലാത്തവരും എപ്പോഴും മനസമാധാനമുള്ളവരുമാണ് അവർ. സംതൃപ്തമായ മനസ്സുള്ളവരും പരബ്രഹ്മത്തിൽ ശ്രദ്ധയുള്ളവരും എപ്പോഴും ധർമ്മമാർഗത്തിനും നല്ല ആചാരങ്ങളിലും മാത്രം ഉറച്ചു നിൽക്കുന്നവരും ആണവർ. യോഗമാർഗത്തിനായി യമം, നിയമം, ശമം, ദമം എന്നിവ പാലിക്കുന്നവരും, അതായത് മനോനിയന്ത്രണവും ഇന്ദ്രിയ നിയന്ത്രണവും, ഏകാന്തതയിൽ വസിക്കുന്നവരും ആണവർ. ഇങ്ങനെയുള്ള സജ്ജനങ്ങളുമായി സത്സംഗം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭഗവാന്റെ മനസ്സിൽ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിന് വലിയ താല്പര്യവും ആനന്ദവും ഉണ്ടാവുന്നു. അവിടുത്തെ ദിവ്യകഥകൾ കേൾക്കുന്നതിലൂടെ ഭക്തി വർദ്ധിക്കും. ഭക്തി വർദ്ധിക്കുമ്പോൾ ഭഗവാനെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനം മനസ്സിലുണ്ടാകും. ആ ദിവ്യജ്ഞാനം കൊണ്ട് അജ്ഞാനമെല്ലാം നശിച്ച് മോക്ഷം ലഭിക്കുകയും ചെയ്യും. ഈ സത്യമെല്ലാം ഗുരുവര്യന്മാരുടെ ഉപദേശത്തിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഹേ രാഘവ കരുണാനിധേ, എനിക്ക് എപ്പോഴും അവിടുത്തോട് ദൃഢമായ ഭക്തിയും വലിയ സ്നേഹവും ഉണ്ടായിരിക്കണമേ. അവിടുത്തെ താമരപാദങ്ങളിലും അവിടുത്തെ ഭക്തന്മാരിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ഭക്തി നിറഞ്ഞു നിൽക്കണമേ. അവിടുത്തെ ദർശനം ലഭിച്ചതിനാൽ ഇന്ന് എൻ്റെ ജന്മം സഫലമായി. ഞാൻ ചെയ്ത യാഗങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഇന്ന് പൂർണ്ണഫലം ലഭിച്ചിരിക്കുന്നു. ഞാൻ ചെയ്ത തപസ്സിനും ഞാൻ ജപിച്ച രാമമന്ത്രങ്ങൾക്കും ഇന്ന് സഫലമുണ്ടായിരിക്കുന്നു. ഹേ സീതാപതിയെ, ലോകനാഥ ദശരഥപുത്ര, അവിടുന്ന് സീതാദേവിയോടൊപ്പം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. ഞാൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വിവിധ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഹേ കരുണാസമുദ്രമേ, അവിടുത്തെ ദിവ്യരൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കണമേ. അഗസ്ത്യ മഹർഷി ഇപ്രകാരം ഭക്തിയോടെ ഭഗവാനെ സ്തുതിച്ചതിനു ശേഷം പണ്ട് ഇന്ദ്രൻ തൻ്റെ പക്കൽ ഏൽപ്പിച്ച് സൂക്ഷിച്ചിരുന്ന ദിവ്യധനുസ്സും ഒരിക്കലും ഒടുങ്ങാത്ത അമ്പുകളുമുള്ള അമ്പെയ്ത്തു നാഴികയും മൂർച്ചയുള്ള വാളും രാമന് സമ്മാനിച്ചു. അതിനുശേഷം സന്തോഷത്താൽ വിവശനായ അഗസ്ത്യൻ ഭഗവാനോട് ഇപ്രകാരം അരുളി ചെയ്തു: ഹേ രാമഭദ്ര, ഭൂമിക്ക് ഭാരമായി തീർന്ന ഈ രാക്ഷസവംശം അങ്ങയാൽ എത്രയും പെട്ടെന്ന് നശിപ്പിക്കപ്പെടണം. സാക്ഷാൽ ശ്രീനാരായണനായ അവിടുന്ന് രാക്ഷസന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയാണ് മായാദേവിയോടൊപ്പം മനുഷ്യനായി അവതരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് 2 യോജന, ഏകദേശം 20 കിലോമീറ്റർ ദൂരം മുന്നോട്ട് പോകുമ്പോൾ പുണ്യഭൂമിയായ പഞ്ചവടിയുണ്ട്. ഗോദാവരി നദിയുടെ തീരത്തുള്ള ആ സ്ഥാനത്ത് നല്ലൊരു ആശ്രമം കെട്ടി സീതാദേവിയോടൊപ്പം ഇനി ബാക്കിയുള്ള വനവാസകാലം വസിച്ചാലും അവിടെ തന്നെ താമസിച്ച് അവിടുന്ന് ദേവന്മാരുടെ ആവശ്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കിയാലും എന്ന് പറഞ്ഞ് മഹർഷി യാത്രാനുമതി നൽകി. അഗസ്ത്യ മഹർഷിയുടെ സമ്പൂർണമായ ഉപദേശങ്ങളും മഹത്തായ സ്തോത്രവും കേട്ട ശ്രീരാമദേവൻ തനിക്ക് ലഭിച്ച അമ്പും വില്ലും ആയുധങ്ങളും എപ്പോൾ തന്നെ വാങ്ങി ഉറപ്പിച്ചു നിർത്തി
അഗസ്ത്യന്റെ താമരപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അഗസ്ത്യമുനിയോട് യാത്ര പറഞ്ഞ് ലക്ഷ്മണനോടൊപ്പം സീതാദേവിയോടുമൊപ്പം സന്തോഷത്തോടെ രാമൻ യാത്ര തിരിച്ച സമയത്ത്. ഇനി ബാക്കിയുള്ളത് നാളെ പാരായണം ചെയ്യാനാവുന്നതാണ്. ഇന്നത്തെ ഈ വായനയിൽ ആരണ്യകാണ്ഡത്തിലെ മഹാ ആരണ്യ പ്രവേശവും വിരാതവധവും ശരഭംഗ മന്ദിര പ്രവേശവും മുനിമണ്ഡല സമാഗമവും സുധീഷ്ണാശ്രമ പ്രവേശവും അഗസ്ത്യ സന്ദർശനവും അഗസ്ത്യസ്തുതിയുമാണ് വായിച്ചത്. നാളെ നമുക്ക് ജടായു സംഗമം, പഞ്ചവടി പ്രവേശം, ലക്ഷ്മണോപദേശം, ശൂർപ്പണ ആഗമനം, ഖരവധവും കേൾക്കാം. ഇന്ന് വായിച്ച കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാളെ ബാക്കിയുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.